നമ്മളുടെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ശുശ്രൂഷിക്കുന്ന ആളുകൾ, അവരുടെ കെയർ ടേക്കേഴ്സ് അല്ല ബൈസ്റ്റാൻഡേഴ്സ്, അവർ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സത്യത്തിൽ ഈ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ലൈഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവർ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം, അവരുടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അവരും ഫോളോ ചെയ്യണം, തുടങ്ങിയ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ അവർ ക്യാൻസർ പേഷ്യൻസിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, അവരുടെ കൂടെ കാര്യങ്ങൾ സംസാരിക്കുന്നതും ശ്രദ്ധിക്കാനുണ്ട്. പലപ്പോഴും സ്വന്തം ലൈഫ് പോലും സാക്രിഫൈസ് ചെയ്തിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ അത് നെഗറ്റീവ് ആകുന്ന അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഷ്യൻറ്റിന് ക്യാൻസർ ഉണ്ട് എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഡോക്ടറും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയും ഈ പേഷ്യൻറ്റും തമ്മിലൊരു പാലമാണ് സത്യം പറഞ്ഞാൽ ഈ കെയർ ടേക്കേഴ്സ്. അപ്പം കുറച്ച് കാര്യങ്ങൾ ഫിലോസഫിക്കലായിട്ട് അവർ മനസ്സിലാക്കണം. ഈ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ ഇതാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന മൂഡ് സ്വിങ്സ് ഞാൻ കുറച്ചൊക്കെ ബെയർ ചെയ്യണം, അതിനനുസരിച്ചിട്ട് അവരെ പോസിറ്റീവ് ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്, ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വെറുതെ എന്തിനാണ് പേടിക്കുന്നത്, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്ന രീതിയിൽ സംസാരിക്കരുത്. കാരണം പേഷ്യൻറ്റിന് അറിയാം അയാൾക്കൊരു ക്യാൻസർ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അപ്പം അവരുടെ അടുത്ത് പറയേണ്ടത്, ഡോക്ടർ പറഞ്ഞതല്ലേ, നിങ്ങളുടെ അസുഖം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് വളരെ ചെറിയ അസുഖമാണ്, കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന അസുഖമാണ്, മാറി ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഡോക്ടർ തന്നെ പറഞ്ഞു തന്നതല്ലേ. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ ചിന്തിച്ചൂടെ, നമ്മുടെ അസുഖം അതുപോലെ മാറും, കാരണം വേറെ ഒരു ഭാഗത്തേക്ക് സ്പ്രെഡ് ആയിട്ടില്ല. അങ്ങനെയുള്ള രീതിയിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ കൊടുക്കാൻ വേണം. ഒരു ഫോൾസ് അഷുറൻസിന് പകരം ഡോക്ടർ സംസാരിച്ചതുപോലെ നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണല്ലോ, പിന്നെ നമ്മളതിനാ ടെൻഷൻ അടിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു റിയലിസ്റ്റിക് ഒരു എക്സ്പ്ലനേഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പം രോഗി എന്ത് പറയുമ്പോഴും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ട്, ഞങ്ങൾ അതിനു വേണ്ടിയാണല്ലോ ഈ ഹെൽപ്പ്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നമുക്കൊരു ഡിസ്റ്റർബൻസ് അല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാവണം. നമ്മളുടെ കൂടെ ഒരു രോഗിക്ക് നമ്മളുടെ കൂടെ ഒരാളുണ്ട് അല്ലെങ്കിൽ കുറച്ച് പേരുണ്ട് എന്നുള്ള ഒരു ഫീൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഹെൽത്തും കൃത്യമായി നോക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണം. അതിൻ്റെ കൂടെ രോഗിക്ക് ഒരു ഫോൾസ് അഷ്യൂറൻസോ അല്ലെങ്കിൽ നെഗറ്റീവ് ഫീലോ നൽകുന്ന ഒരു സംസാരമോ പ്രവൃത്തിയോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യരുത്.